ഏതൊക്കെ രീതിയിൽ ഒരാളെ ചൂഷണം ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ആൾക്കാർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീസെന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അബുദാബി, ദുബായിലൊക്കെ കുറെ റൂമുകളുടെ വിഷയത്തിൽ പാർട്ടീഷൻ സമ്മതിക്കാതെയും കുറെ ആൾക്കാരെ റൂമിൽ നിന്ന് ഒഴിവാക്കി, കുറെ ബാച്ചിലേഴ്സിന് റൂം കിട്ടാത്ത അവസ്ഥയായി. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ നോക്കുമ്പോൾ ഡുബിസെല്ലിലും OLX-ലും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസിലും ഒക്കെ ഒരുപാട് റൂമിന്റെ ആഡ്സ്, ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും റൂം കിട്ടാണ്ടായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പെരുവഴിയിലായ എന്നുള്ള സെറ്റപ്പിൽ നിൽക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അത് കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ കയറും, അതിലിട്ട് ആളെ സംസാരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഏജന്റ് വരും, എന്നിട്ട് നിങ്ങളെ കൊണ്ടുപോയി കാണിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അഡ്വാൻസ് വയ്ക്കും. ഈ ഹറിബറി ഇന്ന് പോകും, നാളെ പോകും, ഇപ്പോൾ ചെയ്യണം, അല്ലെങ്കിൽ ഇതാക്കും, അങ്ങനത്തെ ഹറിബറി പറയണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളി. നിങ്ങൾ ഈ ഓൺലൈനിൽ കാണുന്ന എല്ലാവരും വിശ്വസിക്കണ്ട. അവർ അഡ്വാൻസ് വാങ്ങിക്കും, മുങ്ങും, പിന്നെ വിളിച്ചാൽ ഫോൺ കൊടുക്കൂല. ചിലപ്പോൾ ആ നമ്പർ ഒരാൾക്ക് വേണ്ടിയിട്ടാവും, ചിലപ്പോൾ അയാൾ ആ നമ്പർ എടുത്തിട്ടുണ്ടാവുക, ആ നമ്പർ കിട്ടൂല. നമ്മൾ ഈ 500-നും 1000-നും വേണ്ടി കംപ്ലൈന്റ് കൊടുത്തതിന്റെ പിന്നാലെ നടക്കാന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല. കുറെ ആൾക്കാർ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, വീണ്ടും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ ഓരോ ചെയിനാണ്. പല സമയത്ത് OTP, പല സമയത്ത് വേറെ എന്തെങ്കിലും പേരിൽ പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം നമ്മളെ അവസ്ഥനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർ പല രീതിയിലായിട്ട് പല ആളുകളെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിവിലുള്ള ആൾക്കാരും പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കും പറ്റിയിട്ടുണ്ട് ആളുകൾ. അപ്പൊ എന്താ പറയുക, ഹറിബറി ആക്കുക, നമ്മൾ പ്രോപ്പർ എഗ്രിമെന്റ് ഇല്ലാതെ അല്ലെങ്കിൽ ടെൻഡൻസി ഒന്നും ഇല്ലാതെ നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ മന്ത്ലി റെന്റിന് ലെവലിലേക്ക് പോകാന്നുള്ള ലെവലിൽ ഈസി ആക്സസിനായിരിക്കും നമ്മൾ ഇങ്ങനത്തേൽ പോയി ചാടുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈനിൽ കാണുന്നതിലൊക്കെ ചാടി കയറി ഉള്ളിൽ കയറി പോയിട്ടുണ്ടെങ്കിൽ വണ്ടികൾ വരെ ഡുബിസെല്ലിൽ ഇട്ടിട്ട് അഡ്വാൻസ് വാങ്ങിച്ചിട്ട് മുങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റൂം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഈവൻ ഷാബിയയിലും MBCT അടക്കം ഒരുപാട് വില്ലകളിൽ നിന്ന് ആൾക്കാർ ഒഴിവാക്കി, അബുദാബിയിൽ നിന്ന് ഓരോ സ്ഥലങ്ങൾ ഒഴിവാക്കി, എന്നിട്ട് പുതിയ സ്ഥലങ്ങൾ നോക്കാനാണ് പറയുന്നത്. ആസ് പെർ ദ റൂൾ ഈ കമ്മ്യൂണിറ്റി അതിങ്ങനെ ഓരോ സ്ഥലം റെസിഡൻഷ്യൽ ഏരിയ, കൊമേഴ്ഷ്യൽ ഏരിയ, ഇൻഡസ്ട്രിയൽ ഏരിയ അങ്ങനെ മാറ്റം വരുത്തി അവർ അപ്ഡേറ്റ് ചെയ്യാണ്. സ്വാഭാവികമാണത്. പക്ഷെ നമ്മൾ കുടുങ്ങുന്ന ആളുകളെ കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ ആൾക്കാരുണ്ട് എന്നുള്ളത് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്.